സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഫിറ്റായവൻ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം. ഇത് ഡാർവിൻ പറഞ്ഞതാണ്. എന്നാൽ ഇതേ പ്രകൃതി സിദ്ധാന്തം തന്നെയാണ് ഹിറ്റ്ലറും ഉപയോഗിച്ചിരുന്നത്. ഹിറ്റ്ലറിന്റെ കൂടെയുള്ള ആളുകൾ സുപ്പീരിയർ ആണെന്നും ബാക്കിയുള്ളവർ ഒന്നിനും കൊള്ളാത്തവരാണെന്നും പറഞ്ഞ് അവരെ കൂട്ടക്കൊല ചെയ്തു. ഏതു വൈകല്യമുള്ള മനുഷ്യരെയും പിടിച്ചുകൊണ്ടുപോയി കൊന്നു. പ്രകൃതി നിയമങ്ങൾക്കപ്പുറം പ്രകൃതിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നാസിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള വഴികളാണ് ഇവയെല്ലാം. നാം എല്ലാം വെറുക്കുന്ന നാസി ഹിറ്റ്ലറായിട്ടുള്ള ഹിറ്റ്ലറിന്റെ അനുയായികൾ ലോകത്താകമാനം മെല്ലെ മെല്ലെ വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയോടൊപ്പം ശരീരങ്ങൾക്ക് മാത്രം മാറ്റം സംഭവിക്കുകയും മനസ്സിന് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യജന്മങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവരുടെ മുമ്പിൽ മാനവികത, മനുഷ്യത്വം, ദയ, കരുണ ഇവയെല്ലാം മനുഷ്യർക്കിടയിൽ രക്ഷപ്പെടുവാൻ ഉണ്ടാക്കിയ ചില തോന്നലുകൾ മാത്രമാണ്. മനുഷ്യന് ദയയും കരുണയും എല്ലാം അധികപ്പറ്റാണ്. മനുഷ്യർ ഇങ്ങനെ ആയിരുന്നില്ല ജീവിച്ചിരുന്നത്. ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് അശക്തരായിട്ടുള്ള എല്ലാവരെയും നശിപ്പിക്കണം എന്ന് വെച്ചാൽ കാട്ടുവാസികളായിട്ടുള്ള ജന്മങ്ങൾ അതുപോലെയായിരുന്നു പെരുമാറിയിരുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇതുപോലെ പെരുമാറുന്ന മനുഷ്യരായിരിക്കണം നമ്മളും. അങ്ങനെയാവുമ്പോഴേ നല്ല ലോകം സ്വപ്നം കാണാൻ കഴിയും, ശക്തമായ ലോകം സ്വപ്നം കാണാൻ കഴിയും. ഇതെല്ലാമാണ് ഇവരുടെ പ്രഖ്യാപനങ്ങൾ. മനുഷ്യത്വവും ദയയും കരുണയും എല്ലാം പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് സ്വന്തക്കാരനാണെങ്കിലും കയ്യൂക്ക് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുക. നല്ല ശക്തിയുള്ളവനായിരിക്കും നല്ല ബുദ്ധിയുള്ള ആളും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നശിപ്പിച്ച് ഈ ലോകത്ത് നല്ല ശക്തിയും ബുദ്ധിയുമുള്ള ആളുകൾ മാത്രം നിലനിർത്തുക എന്നുള്ള ചിന്താഗതിയിലൂടെ ജീവിക്കുന്ന നിയോ നാസിസ്റ്റ് മൂവ്മെന്റുകൾ നമ്മുടെ കേരളത്തിലും പിറവിയെടുത്തിട്ടുണ്ട്. ഒരു അതിശയോക്തിയായിട്ടൊക്കെ നമുക്ക് തോന്നാം, പക്ഷേ ഇതെല്ലാം വാസ്തവങ്ങളാണ്. മനുഷ്യൻ ഇക്കാലം കൊണ്ട് ആർജിച്ചെടുത്ത എല്ലാ കഴിവുകളും എല്ലാ സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് ഇവർ അർത്ഥമാക്കുന്നത്. കേരളത്തിലെ നിയോ നാസിസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ച് അവരുടെ കിരാതവും നിർദ്ധയത്വം ഉള്ളതുമായിട്ടുള്ള പോളിസികളെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.